ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് സങ്കടവും വിഷമവും എന്നൊക്കെ പറയാമല്ലോ, അതൊക്കെ കലർന്നൊരു വീഡിയോ ആണേ. ഞാൻ അതായത് ഒരാഴ്ചയ്ക്ക് പുറത്തായി കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന് നോക്കിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്ന ഒരു ഒരു കറിവേപ്പിലയായിരുന്നു. നല്ല ഹെൽത്തി എന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നതാണ്. ഇതിന് എന്ത് സംഭവിച്ചെന്നൊന്നും അറിയാൻ വയ്യ. കണ്ടേ, നല്ല ഇപ്പോഴും പച്ചപ്പുണ്ട്, പക്ഷെ ഉണങ്ങിപ്പോയാണ്. കണ്ടോ, നല്ല ഒറ്റ മൂടി വന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ശിഖരങ്ങളൊക്കെ വന്ന് നല്ലതായിട്ട് വളർന്നു വന്നതാണ്. പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞു പോയി. ഞാനൊരു ഒന്നര ആഴ്ച കൊണ്ട് ഇതിൻ്റെ മൂട്ടിലോട്ടൊന്നും വരികയോ നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ടാണോ ഇനി അറിയില്ല, എന്തോ എറ്റി സംഭവിച്ചെന്നൊന്നും അറിയില്ല. മറ്റേത് ഞാനാണെങ്കിൽ നല്ല വേസ്റ്റൊക്കെ ഇട്ട് നല്ല രീതിക്ക് ഇത് എന്തായാലും കരിഞ്ഞു പോയി. അത്രയ്ക്ക് കെയർ ചെയ്ത് കൊണ്ടുവന്നൊരു തൈയായിരുന്നേ കറിവേപ്പില. പക്ഷേ വേറൊന്നും നിൽപ്പുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെയാണ്. ഞാനിപ്പോൾ 2 ആഴ്ചയായി ഇതിൻ്റെ പുറകിലോട്ടൊന്ന് നോക്കിയിട്ട്. അതുകൊണ്ട് ഇലകളെല്ലാം പുഴു ഇങ്ങനെ കടിച്ചിട്ടേക്കാണ് എല്ലായിടത്തും. നല്ല ഹെൽത്തി ആയിട്ട് നല്ല കൊമ്പൊക്കെ വന്ന് നല്ല രീതിക്ക് വന്നിട്ട് തന്നെയാണ്. പന്നി എവിടെയും കുത്തി മറിച്ചിട്ടേക്കാണ്. റബ്ബറിൻ്റെ അടുത്ത് വരെ വീട് ഇവിടെ ഇരിക്കുകയാണ്. ഇതുവരെ വന്ന് പന്നി ഇന്നലെ നല്ല ഹെൽത്തിയാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇതിന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂട് നോക്കിയാൽ അറിയാം. ഇപ്പോൾ 1.5 ആഴ്ച കൊണ്ട് വരുന്നില്ല, പക്ഷേ ഇതിൻ്റെ മൂട് നോക്കിയാൽ അറിയാം. നമ്മുടെ ഉള്ള വേസ്റ്റ്, മീനിൻ്റെ വെള്ളം, മീൻ കട്ട് ചെയ്യുന്നതിൻ്റെ ചോറ്, പഴകിച്ച പച്ചക്കറികൾ അരിഞ്ഞ് ഇതൊക്കെ നമ്മൾ ഈ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് വളരും. നല്ല ശിഖരങ്ങളോടെ വളർന്നു വരും. വേറൊരു കറിവേപ്പില തൈ നിൽക്കുന്നേ, അതും ഇതൊക്കെ കറിവേപ്പിലൊക്കെ തൈയൊക്കെ നട്ട് കഴിഞ്ഞാൽ എന്നും വന്ന് ഇതിൻ്റെ മൂട്ടിലൊക്കെ നോക്കണം. അല്ലെങ്കിൽ പുഴുക്കളും ഒക്കെ കടിച്ചുണ്ടോ, ഇലയെല്ലാം പന്നലായി പോയിണ്ടോ. ഇതുപോലെയായി. പക്ഷെ ഇപ്പം തീർത്ത് വരുന്നുണ്ട്. മൂട്ടിലോട്ട് ഇനി നാളെ എങ്ങനെയും വെട്ടി വൃത്തിയാക്കി വളം ഇട്ട് കൊടുക്കണം. അന്നേരം അടിപൊളിയായിട്ട് കിളിർത്ത് വരും. ഉണ്ടോ, നല്ല തീർപ്പയില്ല, നല്ല മണമുള്ള. അതായത് ഈ 3 കറിവേപ്പില തൈയിലും ഏറ്റവും മണമുള്ള കറിവേപ്പില തൈയായിരുന്നു ഇത്. ഭയങ്കര പ്രയാസമായിപ്പോയി. പക്ഷേ അത്രയും കെയർ ചെയ്ത് കൊണ്ടുവന്ന സംഭവമാണ് ഉണങ്ങിയിരിക്കുന്നത്. ഇതിലെന്തോ ഒരു വിഷമം പോലെ. നല്ല മണമുള്ള കറിവേപ്പില തൈയായിരുന്നു അത്. നല്ല രസമുണ്ട് കറിവേപ്പില ഇങ്ങനെ നിൽക്കുന്നതാണ്. നമ്മുടെ ഉണ്ടമുളകെല്ലാം വിളഞ്ഞ് പഴുത്ത് നിൽക്കുന്നത്. നല്ല ഭംഗിയില്ലേ, നല്ല രസമല്ലേ. എത്ര എണ്ണ പഴുത്തിരിക്കുന്നത്. നമുക്കിത് നടത്തിയെടുക്കാം. വട്ടയിലെടുത്ത് നമുക്കതൊന്ന് അടത്തിയെടുക്കാം. വിത്ത് ഇടണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ എല്ലാം നേരത്തേക്ക് ഇവിടെ നിന്നായിരുന്നു. അപ്പോൾ കുറേ നാൾ കൊണ്ട് ഇതിനധികം കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. കുറേ ഉണ്ടമുളക് തൈകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം കെയർ ചെയ്തെടുക്കണം. ഇതിലെത്ര ഉണ്ടമുളക് ഉണ്ടെന്ന് നമുക്ക് ആദ്യം അടത്തിയെടുക്കാം. കുറേ നിൽക്കുന്നു. ഇത്രയും ഉണ്ടമുളക് കിട്ടിയിട്ടുണ്ടേ. ഇത്രയും ഇതെല്ലാം ഉണങ്ങിപ്പോയായിരുന്നു. അതുകൊണ്ടന്ന് നമുക്കിവിടെ വെച്ചിട്ട് കുറച്ച് നല്ല രസം. കടയിലൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. 1 കിലോയ്ക്ക് 800 രൂപ എങ്ങനെ ഉണ്ട്. ഒരു വെറൈറ്റി കപ്പയ്ക്ക് ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ എല്ലാം പന്നി കുത്തി മറിച്ചിട്ടേക്കാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പന്നി കുത്തി മറിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടപ്പോൾ ആരോ എൻ്റെ ഇവിടെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, കുത്തി മറിച്ചിട്ടേക്കുന്നത്. പന്നികൾക്കും കഴിക്കണ്ടേന്ന്. കഴിക്കുന്നുണ്ടെന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ കൃഷി ചെയ്യുന്നവർക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടറിയണ്ട. ഇതൊരു വേറെ ഒരു വെറൈറ്റി കപ്പയ്ക്കാണ്. ഇതൊന്ന് കഴിഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ല വെറൈറ്റി കണ്ടോ, കുത്തി മറിച്ചിട്ടേക്കുന്നുണ്ടോ. റബ്ബർ നിൽക്കുന്നു, ചീനി നിൽക്കുന്നു, ഇതെല്ലാം കുത്തി മറിച്ച് ഇങ്ങനെ ഇട്ടേക്കണം. അപ്പോൾ പന്നികൾക്കും കഴിക്കാൻ വല്ല വേണ്ടതെന്നാണ് ചോദിച്ചത്. അവർക്ക് ആവശ്യത്തിന് എടുത്തോട്ടെ, പക്ഷേ നമ്മൾ കൃഷി ചെയ്യുന്നവരെ ബുദ്ധിമുട്ട് അവർക്ക് അറിയണ്ടല്ലോ. എല്ലാം കുത്തി പറിച്ച് ആത്തിങ്ങ ഒന്ന് നിൽപ്പുണ്ടായിരുന്നത് പോയിനാത്തിച്ചക്ക.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ഒരു കുഞ്ഞൊരു വീഡിയോ ആണേ, കുഞ്ഞെന്ന് വെച്ചാൽ വളരെ കുഞ്ഞു വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ മറന്നു പോകല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.